ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേണിലെ ഫസ്റ്റ് പാറ്റേൺ ആണ് ഡിസ്കസ് ചെയ്തത്. അതായത് ബെയർ ആക്ടിലെ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത് ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി രണ്ടാമത്തത് കുറച്ചുകൂടെ ടഫാണ്, എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അതായത് ബെയർ ആക്ടിന്റെ ഇൻഡെക്സ് നോക്കണം. അതിനകത്ത് ആ ഇൻഡെക്സിൽ നിന്ന് നമ്മൾ സെക്ഷനിലേക്ക് പോകണം. മാത്രമല്ല ആ സെക്ഷനിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതേണ്ട തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അത് കുറച്ചുകൂടെ നമ്മൾ ബെയർ ആക്ടിന്റെ ഉള്ളിലേക്ക് പോയി പഠിക്കേണ്ട ഒരു മീൻസ് ഉത്തരം എഴുതേണ്ട ഒരു ഏരിയ ആണെന്നുള്ളതാണ്. ഇതിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ വരാറുണ്ട്. അപ്പം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ബെയർ ആക്ടിന്റെ ഇൻഡെക്സ് ആദ്യം നോക്കണം, അതിൽ നിന്നും സെക്ഷനിലേക്ക് എത്തണം, എന്നിട്ട് ടെക്സ്റ്റിലേക്ക് എത്തണം. ഇത് എയ്ബ് 18 എന്ന് പറയുന്നത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ട് എല്ലാവരും പറഞ്ഞിരുന്നതാണ്. അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബെയർ ആക്ട് സെക്ഷൻ ടെക്സ്റ്റ് ഏരിയയിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം കുറെ സമയമൊക്കെ പോയിട്ടാണ് നമ്മള് ഈ പരീക്ഷ ഭയങ്കര ഡിഫിക്കൽട്ട് ആവുകയും കുറെ പേര് അതിനകത്ത് എന്താണ് പാസ്സാകാൻ പറ്റാതെ പോയതും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവിഷൻ ഓഫ് CPC മേക്സ് ദ ഡോക്ട്രിൻ ഓഫ് റെസ് ജുഡിക്കേറ്റ ആപ്ലിക്കബിൾ ഇൻ റെപ്രസെന്റേറ്റീവ് സ്യൂട്ട്? ഓക്കെ, പിന്നെ അത് റെസ് ജുഡിക്കേറ്റയെ കുറിച്ച് പറയുന്നുണ്ട്, റെപ്രസെന്റേറ്റീവ് സ്യൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം സെക്ഷൻ 11 നമ്മൾ ആദ്യം ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കിയാൽ മതി. അതായത് സെക്ഷൻ 11 എക്സ്പ്ലനേഷൻ 5 തൊട്ട് 8 വരെയുള്ള കാര്യങ്ങൾ വായിക്കണം. അതിനപ്പം നമ്മൾ എന്ത് ചെയ്യണം? സെക്ഷൻ 11 ഏത് പേജിലാണ് കിടക്കുന്നത് എന്ന് ആദ്യം അറിയണം. അപ്പൊ നിങ്ങൾ ബെയർ ആക്ട് എടുക്കണം. ബെയർ ആക്ട് എടുത്തിട്ട് നോക്കൂ, സെക്ഷൻ 11 എവിടെയാ സെക്ഷൻ 11 കിടക്കുന്നത്? റെസ് ജുഡിക്കേറ്റ 1 2 3 4 ആ സൈഡിൽ എഴുതിയിരിക്കുന്ന കേട്ടോ സെക്ഷൻസ്. പലർക്കും അതൊക്കെ അറിയാത്തതുണ്ട്, എങ്കിൽ പോലും എന്താണ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് എവിടെയാ സെക്ഷൻ, എവിടെയാ ഇത് കിടക്കുന്നത്, കണ്ടാ അറിയാം ഇതിനകത്ത് സെക്ഷൻ എന്ന് എഴുതിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഉള്ളിൽ കയറി നോക്കിയിട്ട് സെക്ഷൻ എന്ന് എഴുതിയിട്ടില്ലല്ലോ, എവിടെയാ സെക്ഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇതില് കണ്ടന്റിൽ സൈഡിൽ എഴുതിയിരിക്കുന്നതാണ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? മിക്കവർക്കും അറിയാവുന്നതാണ്, അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ ഈ 11 എന്ന് കിടക്കുന്നുണ്ട്, 1 2 3 11 അവിടെ റെസ് ജുഡിക്കേറ്റ കിടപ്പുണ്ട്. കാരണം ക്വസ്റ്റ്യൻ എന്താണ്? റെസ് ജുഡിക്കേറ്റയെ സംബന്ധിച്ചിട്ടുള്ളതാണ്, സെക്ഷൻ 11നെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ റെസ് ജുഡിക്കേറ്റ കറസ്പോണ്ടിങ് ആയിട്ട് പേജ് നമ്പർ 6 കിടക്കുന്നത്. നമ്മൾ പേജ് നമ്പർ 6 പോകുമ്പോൾ എന്റെ ബെയർ ആക്ടില് പേജ് നമ്പർ 6 റെസ് ജുഡിക്കേറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ 7 എക്സ്പ്ലനേഷൻ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടുത്തെ എക്സ്പ്ലനേഷൻ തൊട്ടാണ് ചോദിച്ചിരിക്കുന്നത്? അതായത് റെസ് ജുഡിക്കേറ്റയിൽ റെപ്രസെന്റേറ്റീവ് സ്യൂട്ടിനെ സംബന്ധിക്കുന്ന എക്സ്പ്ലനേഷൻ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതില് ഓപ്ഷൻസിൽ എക്സ്പ്ലനേഷൻ 5 6 7 8 ഇതെല്ലാം നിങ്ങൾ നിരത്തിയിരുന്ന് വായിക്കും അല്ലെ? ഇതിലെല്ലാം നിങ്ങൾ നിരത്തിയിരുന്ന് വായിച്ചിട്ട് എവിടെയെങ്കിലും റെപ്രസെന്റേറ്റീവ് സ്യൂട്ട് എന്ന് കണ്ടോ? Explanation 5 any relief claimed in the plaint which is not expressly granted by the decree shall for the purpose of this section be deemed to have been refused. അവിടെ representative suit എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. ഇനി where persons litigate bona fide in respect of a public right or of a private right claimed in common for themselves and others, all persons interested in such right shall for the purpose of this section be deemed to claim under the person so litigating. അതിനകത്തും representative suit എന്ന് പറയുന്ന ഒരു വാചകം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ പരീക്ഷയ്ക്ക് ഇരുന്നിട്ട് ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ ഇവിടെ എവിടെയാ റെപ്രസെന്റേറ്റീവ് സ്യൂട്ട്? ഇവര് ചോദ്യം ചോദിച്ചിരിക്കുന്നത് റെപ്രസെന്റേറ്റീവ് സ്യൂട്ട് ഇല്ലല്ലോ, അങ്ങനെ ഒരു സാധനമേ കാണുന്നില്ലല്ലോ, ആ പേരെ കാണുന്നില്ലല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ നിങ്ങൾ ആ എക്സ്പ്ലനേഷൻ 6 അപ്പൊ മനസ്സിരുത്തി വായിക്കേണ്ടി വരും. അപ്പൊ മനസാന്നിധ്യം വേണം എന്നുള്ളതാണ്. അപ്പൊ എക്സ്പ്ലനേഷൻ 6 ഒന്നുകൂടെ വായിക്കുമ്പോ where persons litigate bona fide in respect of a public right or a private right, ഏതെങ്കിലും ഒരു പബ്ലിക് റൈറ്റിനോ പ്രൈവറ്റ് റൈറ്റിനോ സംബന്ധിച്ച് ഏതെങ്കിലും പേഴ്സൺസ് ലിറ്റിഗേറ്റ് ചെയ്യുന്നു, അങ്ങനെയാ claimed in common for themselves, അതായത് അവർക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട്, കോമൺ ഫോർ ദംസെൽസ് ആൻഡ് അതേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ റെപ്രസെന്റേഷൻ വന്നില്ലേ?
അതായത് അയാൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട്. അപ്പം ഇയാൾ എന്ത് ചെയ്യാണ്? ബാക്കിയുള്ളവരെ റെപ്രസെന്റേറ്റ് ചെയ്യാണ്. അപ്പൊ റെപ്രസെന്റേറ്റീവ് സ്യൂട്ടിനെ കുറിച്ച് റെസ് ജുഡിക്കേറ്റഡ് സെക്ഷനിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ 6 ആണ്. അപ്പം അതെന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങനെ അറിയണം. അതായത് ബെയർ ആക്ടിന്റെ ഇൻഡെക്സ് നോക്കി നമ്മൾ സെക്ഷന്റെ പേജ് കണ്ടുപിടിച്ച് അതിൽ എക്സ്പ്ലനേഷനിൽ ചിലപ്പോ ഡയറക്റ്റ് ആയിട്ടുള്ള ടേം തന്നെ ഈ എക്സ്പ്ലനേഷൻ ഏരിയാസിലോ അല്ലെങ്കിൽ ആ ടെക്സ്റ്റിനകത്ത് നമ്മൾ അത് വായിച്ചു നോക്കി മനസ്സിലാക്കണമെന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ഈ റെപ്രസെന്റേറ്റീവ് സ്യൂട്ട് എന്നുള്ള വാക്കോ ഇപ്പൊ നമ്മൾ സി പി സിയിൽ റെസ് സബ്ജുഡൈസ് എന്ന് പറയുന്നത്, ആ റെസ് സബ്ജുഡൈസ് എന്ന് പറയുന്ന വാക്ക് സി പി സിയിൽ ഒരിടത്തും കാണത്തില്ല. ഈ നോക്കൂ, ഈ ഇതില് റെസ് സബ്ജുഡൈസ് എവിടെയാ കിടക്കുന്നത്? സബ്ജുഡൈസ് ഇപ്പൊ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, സ്കൂളിലല്ല കോളേജിൽ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏത് സെക്ഷൻ ആണ് എന്നുള്ളത്. സെക്ഷൻ 10 സ്റ്റേ ഓഫ് സ്യൂട്ട് എന്ന് പറയുന്ന ഏരിയയിലാണ് റെസ് സബ്ജുഡൈസ് എന്ന് പറയുന്ന കാര്യം പറയുന്നത്. അപ്പൊ എന്താണ് ആ റെസ് സബ്ജുഡൈസ് എന്താന്ന് അറിയണം, അതിന്റെ അതിന്റെ മീനിങ് എന്താണെന്ന് അറിഞ്ഞിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കോളേജിൽ പഠിച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് EAB 18 സംബന്ധിച്ചിടത്തോളം വളരെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെയും വരാൻ ടഫായിട്ട്. പക്ഷെ ഒത്തിരി പ്രതിഷേധവും അതും ഇതൊക്കെ വന്നത് കാരണം ഇത്രയും ടഫ് ആക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യമൊക്കെ വന്നതാണ്. 90 എങ്ങനെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ടഫ് ആയിരിക്കാം, ചിലപ്പോൾ ഈസി ആയിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ടഫ് ആണെങ്കിലും ഈസി ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ, പാസ്സായേ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും നമുക്ക് 45 മാർക്സ് എഴുതിയെടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ മനസ്സിലായല്ലോ. ബെയർ ആക്ടിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻ നമ്മൾ ഇൻഡെക്സിൽ നിന്നും ആ സെക്ഷന്റെ പേജ് നമ്പർ കണ്ടെത്തുക. പേജ് നമ്പർ കണ്ടെത്തിയതിനു ശേഷം ആ പേജിലേക്ക് പോയി ആ ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കി അതിന്റെ ഉത്തരം എഴുതുക. ഓക്കെ, ഇനി അടുത്ത അതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. സി പി സിയിൽ ഓർഡർ എങ്ങനെ നോക്കണം അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കണം അതിന്റെ ഒരു ഇത് പറഞ്ഞു. അപ്പൊ ഇത് ആ ഒരു ഇതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A plane has to be presented to court under order 4 rule 1 in. ഓക്കെ, അപ്പൊ എത്രയാണ്, അതായത് നമ്മൾ കോടതിയിൽ പ്ലെയിന്റ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് സിംഗിൾ കോപ്പി ആയിട്ടാണോ, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണോ, ട്രിപ്ലിക്കേറ്റ് ആയിട്ടാണോ, അതോ ഫിക്സഡ് റൂൾ ഇല്ല? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഏരിയ എന്നുള്ള ചോദ്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ബെയർ ആക്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഓർഡർ 4 റൂൾ 1, അതാണ് നമ്മുടെ മനസ്സിൽ ആദ്യം നിൽക്കേണ്ടത്. പിന്നെ ഉത്തരം നോക്കണം. സിംഗിൾ, ഡ്യൂപ്ലിക്കേറ്റ്, ട്രിപ്ലിക്കേറ്റ്, നോ ഫിക്സഡ് റൂൾ, ഇതിൽ ഏതാണ് വരുന്നത് നോക്കണം. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ബെയർ ആക്ട് എടുക്കണം. ബെയർ ആക്ട് എടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു സി പി സിയിലെ 158 സെക്ഷൻസ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾ വരുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ ഓർഡർ 1 കണ്ടോ, ഓർഡർ 1 പാർട്ടീസ് ടു സ്യൂട്ട് എന്ന് കാണുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് റൂൾ സൈഡിൽ കണ്ടോ, ഓർഡറിനുള്ളിലാണ് റൂൾസ് 1, 2, അതായത് ഈ പാർട്ടീസ് ടു സ്യൂട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇതിനകത്ത് പറയുന്നത്. കണ്ട, ആരെയൊക്കെ നമുക്ക് പ്ലെയിന്റിഫ് ആയിട്ട് ജോയിൻ ചെയ്യിക്കാം. ഇനി സെപ്പറേറ്റ് ട്രയൽസ് ഓർഡർ ചെയ്യാൻ കോടതിക്ക് അധികാരമുണ്ട്, അതാണ് ഓർഡർ 1 റൂൾ 2 പറയുന്നത്. ഇനി ആരെയൊക്കെയാണ് ഡിഫൻഡൻസ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ആ പ്രൊസീജിയർ ആസച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷന് കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് കൃത്യമായി എങ്ങനെയാണ് പ്രൊസീജിയർ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏരിയ ആണ് ഈ ഓർഡേഴ്സ്. ഈ ഓർഡേഴ്സ് എല്ലാം ഓരോ സെക്ഷൻസിനെയും കറസ്പോണ്ട് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ കണ്ടല്ലോ, നമ്മൾ സെക്ഷൻ അവസാനിക്കുന്നു. സി പി സിയിൽ 158 നേരെ ഫസ്റ്റ് ഷെഡ്യൂൾ വരുന്നു, ഓർഡർ 1 വരുന്നു, അതിനകത്തുള്ളതാണ് റൂൾസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓർഡർ 4 ആണ്. അപ്പൊ ഓർഡർ 1, 2, 3 നമ്മൾ എവിടേക്ക് എത്തുന്നു? ഓർഡർ 4ലേക്ക് എത്തുന്നു. ഓർഡർ 4 നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നേരെ പേജ് നമ്പർ ഓർഡർ 4 റൂൾ 1 ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓർഡർ 4 പേജ് നമ്പർ 64ലാണ്. നേരെ അങ്ങോട്ട് എത്തുന്നു, പേജ് നമ്പർ 64ലേക്ക് എത്തുന്നു. ഓർഡർ 4 വന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്യൂട്ട്. റൂൾ 1, ഈ സൈഡിൽ കിടക്കുന്ന 1 ആണ് റൂൾ 1. റൂൾ 1 ക്ലോസ് 1 എന്താ? സ്യൂട്ട് ടു ബി കമൻസ്ഡ് ബൈ ദ പ്ലെയിന്റ്. സ്യൂട്ട് തുടങ്ങേണ്ടത് പ്ലെയിന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വഴിയാണ് എന്നുള്ളതാണ്. അപ്പൊ എവറി സ്യൂട്ട് ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ പ്രസന്റിങ് എ പ്ലെയിന്റ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിൽ വേണേ. കണ്ട, എന്താണ് നമ്മുടെ ചോദ്യം? എന്താണ്? എ പ്ലെയിന്റ് ഹാസ് ടു ബി പ്രസന്റഡ് ടു കോർട്ട് അണ്ടർ ഓർഡർ 4 റൂൾ 1 ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. ആൻസർ എത്രയാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഡ്യൂപ്ലിക്കേറ്റ്.
മനസ്സിലായല്ലോ എങ്ങനെയാണ് ഓർഡറിൽ നിന്നും ഇൻഡെക്സിൽ പോയി നമ്മൾ പേജ് നമ്പർ എടുക്കുക, പേജ് നമ്പർ വന്നിട്ട് അതിനുള്ളിൽ ടെക്സ്റ്റ് വായിച്ച് ഉത്തരം കണ്ടെത്തേണ്ട രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പം ഡീൽ ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് തേർഡ് പാറ്റേൺ ആണ്. അപ്പൊ നിങ്ങൾ ഇനിയുള്ള ഏരിയാസിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരും. അതല്ലാതെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓൺലൈൻ മീൻസ് പലതരത്തിലുള്ള വെബ്സൈറ്റുകളിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും ഒക്കെ ഇതേപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്, ഇങ്ങനെയൊക്കെ വരാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതിപ്പോ മൂന്നാമത്തെ പാറ്റേൺ ആണ് കണ്ടീഷൻ ബേസ്ഡ് എന്നുള്ളത്. അതായത് നമ്മൾ സെക്ഷൻ പറഞ്ഞിട്ടുണ്ടാവും, ആ സെക്ഷനിൽ തന്നെ എന്തെങ്കിലും കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും, ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര നാളിനുള്ളിൽ എന്നുള്ള കണ്ടീഷൻസ്, ആ കണ്ടീഷൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഞാൻ CPC തന്നെയാണ് എടുത്തിരിക്കുന്നത്. നോക്കൂ, ഇതിലിപ്പോ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ഒരു സെക്ഷൻ 82 കണ്ടു. ഉടനെ സെക്ഷൻ 82ലേക്ക് പോകാം, പക്ഷെ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിരുത്തി വായിച്ചതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മള് ബെയർ ആക്ട് തുറന്നു അല്ലെങ്കിൽ ഒത്തിരി സമയം നമുക്ക് പോകും. അപ്പൊ നോക്കൂ, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Where a decree is passed against the Union of India or state for the act done in official capacity of the person concerned under section 82 of CPC. ക്വസ്റ്റ്യൻ ഇവിടെ തൊട്ടാണ് ശരിക്കും വരുന്നത്. Execution shall not be issued on any such decree unless the decree remains unsatisfied for a period of 3 months ആണോ 6 months ആണോ 1 year ആണോ 2 year ആണോ, ഇതാണ് നമുക്ക് ചോദ്യം. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യണം, നേരെ ഇൻഡെക്സിൽ പോയിട്ട് സെക്ഷൻ 82 എവിടാ നോക്കണം. എന്റെ ബെയറാക്ടിൽ 33ലാണ് കിടക്കുന്നത്. സെക്ഷൻ 82 എടുക്കുന്നു, എക്സിക്യൂഷൻ ഓഫ് ഡിക്രി ആണ് പറയുന്നത്. വായിച്ചു നോക്കണം അല്ലെ. Wherein a suit by or against government or by or against a public officer in respect of any act purporting to be done by him in his official capacity, a decree is passed against. നമ്മുടെ ഉത്തരം വരുന്നില്ല അല്ലെ, 6 months ആണോ 3 months ആണോ 1 year ആണോ ഒന്നൊന്നും കിട്ടിയില്ല. Decree shall not be accepted except in accordance with the provisions of the subsection 2. അതിനകത്തില്ല. Execution shall not be issued on any such decree unless it remains unsatisfied for, എവിടെ കേട്ടിട്ടുണ്ട് അല്ലെ, unsatisfied for the period of 3 months. അപ്പൊ ഒരു 3 months വന്നു. അപ്പൊ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലുണ്ടായിരിക്കണം 3 months. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാം, എന്താണ്, എക്സിക്യൂഷൻ ഷാൽ നോട്ട് ബി ഇഷ്യൂഡ് ഓൺ എനി സച്ച് ഡിക്രി അൺലെസ് എ ഡിക്രി റിമെയിൻസ് അൺസാറ്റിസ്ഫൈഡ്. സെയിം അല്ലേ, ആ സെയിം അല്ലേ എഴുതിയിരിക്കുന്നത് 82 ക്ലോസ് 2 execution shall not be issued on any such decree unless it remains unsatisfied for the period of 3 months. അപ്പൊ എത്രയാണ്, എത്രയാണ് 3 months. കണ്ട, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പം പെട്ടെന്ന് അത് ക്ലോസ് 1 വായിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് അയ്യോ കണ്ടില്ല 82ല്, ഉടനെ ക്ലോസ് 2 വായിച്ചു നോക്കുക. എവിടെ നിന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ടെക്സ്റ്റ് ഉള്ളില്, അതായത് നമ്മുടെ ബെയറാക്ടിന്റെ ഉള്ളില് പോയി വായിച്ച് മനസ്സിലാക്കി, ഇപ്പൊ മനസാന്നിധ്യം വേണം, വായിക്കാനുള്ള ഒരു ഇത് വേണം, ആ വേർഡ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഉത്തരം എഴുതാം. ഇതേപോലെയായിരുന്നു ഇതും AIB 16ലെ ചോദ്യമാണ്. അപ്പൊ ഇതേപോലെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരും ടെക്സ്റ്റിൽ നിന്നും, അല്ലെങ്കിൽ കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള, ഇത് കണ്ടീഷൻസ് ആണ്. ഇനി നമുക്ക് ഇതിപ്പോ ഞാൻ എല്ലാം CPC ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം CPC ന്ന് എടുപ്പിച്ചത്. ഇനി നമുക്കൊരു CRPCയിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലും വരും, അതിൽ നിന്നും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതായത് ഇതിന്റെ ഈ പീരീഡിലൊക്കെ വ്യത്യാസമുണ്ട്. ആൻസേഴ്സ് അതുപോലെ കാണാതെ പഠിച്ചുകൊണ്ട് പോവരുത്. അതായത് റിപ്പീറ്റ് ചെയ്താലോ എന്ന് ഓർത്തിട്ട്, റിപ്പീറ്റ് ചെയ്താലോ എന്ന് ഓർത്തിട്ട് ഓക്കെ സെക്ഷൻ 109 ബോണ്ട് ഓക്കെ ഇതിന്റെ ഉത്തരം കാണാതെ പഠിച്ചിട്ട് പോലെ നടക്കുന്ന കാര്യമല്ല. ബിക്കോസ് ഇപ്പം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് ഉത്തരത്തിൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇത് നോക്കാം, ഇതെങ്ങനെ നമ്മൾ എടുക്കും. The bond under section 109 as security for good behavior from suspected person can be executed for a period. അപ്പൊ അതും കണ്ടീഷൻ ആണ്, എത്ര നാൾ, not exceeding. കണ്ടീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 6 months ആണോ 2 year ആണോ 1 year ആണോ. നേരെ CRPCയുടെ ബെയറാക്ട് എടുക്കണം. സെക്ഷൻ 109 എവിടെ കിടക്കുന്നു നോക്കണം. സെക്ഷൻ 109 എടുക്കുന്നു. നോക്കൂ, സെക്ഷൻ 109 security for good behavior from suspected person. When an executive magistrate receive information that there is within his local jurisdiction a person taking precautions to conceal his presence and that there is no reason to believe that he is doing so with a view to committing a cognizable offense, the magistrate may, in the manner hereinafter provided, require such person to show cause why he should not
be ordered to execute a bond with or without sureties for his good behavior for such period not exceeding 1 year. കൂടുതലൊന്നും ആലോചിക്കാനില്ല. സെക്ഷൻ 109 എന്ത് കണ്ടീഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്? നോട്ട് എക്സീഡിങ് 1 year. ഇവിടെ ഏതാ ഉത്തരം? 1 year. ഓക്കെ, അപ്പൊ ഇതാണ് അപ്പൊ നമ്മൾ രണ്ട് ഏരിയാസ് ആണ് ഇന്ന് നോക്കിയത്. ഒന്ന് ഡയറക്റ്റിൽ നിന്നും ഇൻഡെക്സിലേക്ക് വന്ന് അവിടെ നിന്ന് നമ്മൾ ടെക്സ്റ്റിലേക്ക് വന്ന് ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതേണ്ട പാറ്റേൺ. പിന്നെ ഇതേപോലെ കണ്ടീഷൻസ് വരുന്നത് 1 year ആണോ, ഒരു ടൈം പീരീഡ് ഒക്കെ വെക്കുന്ന അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇന്ന് ഇത് രണ്ടുമാണ് നോക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. ഓക്കെ, താങ്ക് യു.